വ്യക്തി ജീവിതത്തിൽ അപ്രതീക്ഷിതവും പ്രതീക്ഷിതവുമായ പല നഷ്ടങ്ങളും നമുക്കൊക്കെ സംഭവിക്കും. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും വലിയ നഷ്ടങ്ങളോ ചെറിയ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ആ നഷ്ടങ്ങളെ, ആ വേദനകളെ, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിച്ചു? ഇനി നാളെ നമുക്കൊരു വിഷമവും ദുരന്തവും വന്നാൽ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? അപ്രതീക്ഷിതമായ മരണങ്ങൾ, ജോലി നഷ്ടങ്ങൾ, കച്ചവട നഷ്ടങ്ങൾ, മക്കളെ സംബന്ധിച്ച അശുഭകരമായ വാർത്തകൾ ഇന്ന് വ്യാപകമായി നാട്ടിൽ കാണുന്ന ഒരു കാര്യമാണത്. വളരെ ഹിജാബ് ഒക്കെ ധരിച്ച് മാത്രം വീട്ടിൽ നിന്നിറങ്ങി കോളേജിൽ പോകുന്ന മോള് വാപ്പാനോട് ഭയങ്കര ആത്മീയ കാര്യങ്ങൾ ഇടക്കാലത്ത് വളരെ കാര്യമായി സംസാരിച്ചപ്പോൾ വാപ്പാക്ക് ഭയങ്കര സന്തോഷമായി. വാപ്പ എന്നോട് മോള് പറഞ്ഞു, നമുക്ക് വിസ പാസ്പോർട്ട് എടുക്കണം, എപ്പോഴെങ്കിലും ഒന്ന് ഉംറക്ക് പോകാൻ അവസരം കിട്ടിയാൽ ഉംറക്ക് പോകാലോ. വാപ്പാക്ക് വലിയ സന്തോഷമായി. ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉംറക്ക് പോകാനൊന്നും ഇല്ല, എന്നാലും മോൾ ഇങ്ങനത്തെ ഒരു ആത്മീയമായ ആവേശം കാണിക്കുന്നുണ്ടപ്പോൾ വാപ്പ പാസ്പോർട്ടൊക്കെ എടുത്തു, അവൾക്ക് എടുത്തു, എല്ലാവർക്കും എടുത്തു. അവസാനം കോഴ്സൊക്കെ കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരേണ്ട ദിവസം ഒരു GCC നമ്പറിൽ നിന്ന്, പുറത്തുള്ള രാജ്യത്തെ നമ്പറിൽ നിന്നൊരു കോൾ വന്നു. ഞാനാണിപ്പാ, ഞാനിങ്ങനെ പോന്നിട്ടുണ്ട്, ഞാൻ ഇന്ന ആളുടെ കൂടെ പോന്നിട്ടുണ്ട്. തൊട്ടു മുന്നിലെ വീട്ടിൽ താമസിക്കുന്ന ഈ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുടെ അന്യമതസ്ഥനായ ഒരു പയ്യന്റെ കൂടെ അവൾ അങ്ങ് എത്തിയിട്ടുണ്ട്. ആ വാപ്പാക്ക് അത് റിക്കവർ ചെയ്യാൻ എടുത്തത് വളരെ ചെറിയ സമയമാണ്. മോള് കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ എന്ന് ചൊല്ലി ഖളാഇൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അവിടുന്ന് വീടൊക്കെ വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോയി. ഇപ്പോൾ പുതിയ താമസമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ കൊടുക്കട്ടെ, ആ കുട്ടിക്ക് അള്ളാഹു ഈമാൻ കൊടുത്ത് ആ കുട്ടിയെ ശരി ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു നോക്കുമ്പോൾ എനിക്ക് വളരെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പം ഇങ്ങനെ എന്ത് നഷ്ടങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാം. അവിടെയൊക്കെ നമ്മൾ എന്നെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഇങ്ങനെ പറയും, വയസ്സായി, മക്കളില്ല, എന്നെ ആര് നോക്കുന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നെ ആര് നോക്കും? എനിക്ക് 4 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടി പോലും ഇല്ല, ഉള്ള കുട്ടികളൊക്കെ മൂപ്പർക്ക് പെൺകുട്ടികളാണ്, എന്താണ് ഇപ്പം മൂപ്പരുടെ അവസ്ഥ എന്നൊക്കെ പറയും നമ്മൾ, അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ സംസാരങ്ങൾക്കിടയിൽ കയറി വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ നോക്കണത് ആരാ? നമ്മളെ ആൺകുട്ടികളാ? നമ്മളെ പെൺകുട്ടികളാ? നമ്മളെ കച്ചവടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓരോ മാസം ഓരോ വർഷവും മൊത്തം കിട്ടേണ്ട ഒരു എമൗണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മളൊരു കൗണ്ടർ വഴി സ്വീകരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ചില സൗകര്യങ്ങളൊക്കെ കിട്ടാണ്ട്, ആ സൗകര്യങ്ങൾക്ക് പടച്ചോൻ ഉണ്ടാക്കിയിട്ടൊരു സിസ്റ്റമാണിത്. മക്കള് സൗകര്യം സംവിധാനം എന്നൊക്കെ പറയണേ. പടച്ച റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതേ സഹോദരന്മാരെ നടക്കുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പടച്ചൊക്കെ റബ്ബൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ച് നമ്മളെ സ്വീപ്പാക്കണമെന്നാണോ? അത് മനുഷ്യന്റെ ഒരു നന്ദികേടിന്റെ ഒരു രീതിയാണിത്. അങ്ങനെയാണ് ചിന്തിക്കുക, വേഗം അങ്ങനെയാണ് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു ടീച്ചർ ഉദാഹരണം റബ്ബുമായിട്ട് പറയുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ട്, മാച്ചാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഒരു ടീച്ചർ ഒരു വർഷമല്ല, ഒരു KG ക്ലാസ് മുതൽ തനിക്ക് അറിയുന്ന ഒരു കുട്ടീനെ എങ്ങനെ നിരീക്ഷിച്ച് 10ാം ക്ലാസ് എത്തിയപ്പോൾ 10ാം ക്ലാസ് ഒരു 6 മാസം മുമ്പ് ആ കുട്ടീൻ്റെ മാർക്കൊക്കെ എഴുതിയിട്ട് ഒരു കവറിലിട്ട് പിഞ്ചി തുടച്ചു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ പക്കയാണ്. അപ്പൊ ഈ ടീച്ചർ പരീക്ഷയിൽ എന്തോ അട്ടിമറി നടത്തിയിട്ടുണ്ടെന്നാണോ വിചാരിക്കേണ്ടത്? ആ കുട്ടീനെ അത്രേ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങൾ അറിയാം. അവൻ കാലങ്ങൾക്ക് അതീതമായി, സാഹചര്യങ്ങൾക്ക് അതീതമായി മനുഷ്യന്റെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഈ റോഡ് പെരിന്തൽമണ്ണ വരെ അറിയുന്ന ഒരാൾക്ക് ഇവിടെ ഇരുന്നിട്ട് എഴുതി കൂടെ? കാര്യവട്ടം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, T ജംഗ്ഷൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു Y ജംഗ്ഷൻ ഉണ്ട്, അത് അങ്ങനെയാണ് പോയാൽ അങ്ങനെയാണ് മാട് കയറിയിട്ട് അങ്ങനെയാണ് പോകും എന്നൊക്കെ ഇവിടുന്ന് എഴുതൂല. എന്താ? അള്ളാഹുവിന്റെ ഇൽമ് നമ്മളെ മുൻകടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പൂർണ്ണമായി. അതുകൊണ്ട് എൻ്റെ ആമുഖത്ത് നിങ്ങൾ ഇത്രേ തിരിച്ചറിയേണ്ടതുള്ളൂ, നമ്മളെ കാര്യം കൊണ്ടെടുക്കുന്നത് പടച്ചോനാണ് എന്ന വലിയ ബോധ്യമാണ് ഉള്ളിൽ കയറ്റേണ്ടത്. എന്നാൽ പിന്നെ ഒരു സാധനം വർക്കാവില്ല. എന്തൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് വീണാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഉള്ളിൽ നിന്ന് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നിങ്ങോട്ട് വരും. അല്ലെങ്കിൽ പലജാതി സാധനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടും, പലജാതി പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, പല രീതിയിലുള്ള വഴികളിലേക്ക് പോകും, മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആകും, മനുഷ്യൻ ദേഷ്യം പിടിക്കൊക്കെ സംഭവിക്കും.
ഈ പറയണേ എനിക്ക് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ എത്രത്തോളം അങ്ങനെ കാണാൻ കഴിയുന്നൊന്നും അറിയില്ല. അവിടെയാണ് മരിച്ചാലും രോഗിയായാലും മാത്രം നമ്മൾ സന്ദർശിക്കുക. ഒരാൾക്കൊരു വിഷമം ഉണ്ടുകൊണ്ട് ആ അടുത്തിരുന്നിട്ട് ആ വാര്യലിന്റെ അതിലങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, അങ്ങനെ പിടിക്കാൻ പറ്റുന്നവർ വേണം, ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചെവിയിലുണ്ട് ഒരു വർത്താനം. അത് ലോകത്തെ ഒരു കൗൺസിലർക്കും സാധിക്കാത്ത അത്ര സൊല്യൂഷനാണ് സഹോദരന്മാരെ. നിങ്ങളെന്താ പറയണേ? ലോകത്ത് മറ്റൊരാൾക്കും കഴിയാത്തത്ര വലിയ ആശ്വാസമാണ് അത്. ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടതായിരിക്കും. പലപ്പോഴും എങ്ങനെയാണ് സംഭവിച്ചത്? എന്താ ചെയ്യാ? എന്ത് ഞങ്ങൾ കാട്ടി എന്ന് വെച്ചിട്ട് ഭാര്യയുടെ കാര്യത്തിൽ തുടങ്ങും. എന്ത് പരിപാടിയാണ് ചെയ്തത് വെച്ചിട്ട് ഭർത്താവും ഇങ്ങനെയാണ് വരിക. വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ താങ്ങല്ല പലപ്പോഴും ചെയ്യുക. 10 ലക്ഷം റുപ്യ കടമുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം 10 ലക്ഷം റുപ്യ എനിക്ക് തരുമോ, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, 25,000 വീതം ഞാൻ അടക്കാം എന്ന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അയാളെ അടുത്ത് വിളിച്ച്, എനിക്ക് വളരെ അടുത്തറിയണ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരാളാണ്, അടുത്ത് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അയാളുടെ പ്രശ്നം അറിയോ? 10 ലക്ഷം കടല്ല അയാളെ പ്രശ്നം. അയാളെ വാപ്പ, അയാളെ അമ്മ, അയാളുടെ വീട്, അയാളുടെ ഭാര്യ, അയാളുടെ അനിയനൊക്കെ അടങ്ങണ ആളുകൾ, ആ മനുഷ്യന് കൊടുക്കേണ്ട ഒരു പരിരക്ഷയുണ്ട്. 10 ലക്ഷം കടം, അതും കുടുംബത്തിന് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടിയും അനിയന് വേണ്ടിയും ഒക്കെ ചെലവാക്കിയ ഒരാള് അവസാനം ഒറ്റക്കായി പോകുന്ന, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ, എനിക്ക് സ്കൂളിൽ കയറാൻ ഒരു പൈസ തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടേ, സത്യത്തിൽ പൊട്ടാത്ത എല്ലാ വോൾവും ഞരമ്പും പൊട്ടും സഹോദരന്മാരെ. വർത്താനം കൊണ്ട് പൊട്ടൂലേ? മനുഷ്യന് ഡിപ്രഷനും ടെൻഷനും ആങ്സൈറ്റിയും ഉത്കണ്ഠയും വിഷമമൊക്കെ കയറുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഭയങ്കര പ്രക്രിയകളുണ്ട്. ഈ കൊറോണ വന്നപ്പോൾ മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീണത് എന്തുകൊണ്ടാ? കൊറോണ ബാക്ടീരിയക്ക് പിന്നെ അത്ര ഭയങ്കര പവർഫുൾ സാധനം ആയതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എത്ര മനുഷ്യന്മാരെ ബാധിച്ചു? പ്രവാസികളൊക്കെ കൂട്ടത്തോടെ മരിക്കായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒമാനിലെ എൻ്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ 1 മണിക്കൂറിൽ 8 ആൾ മരിച്ചത് കണ്ടു. നമ്മൾ വളരെ പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ഓൺലൈനിൽ കൗൺസിലിംഗ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിസ്ഡം യൂത്ത് അലൈവ് കൗൺസിലിംഗ് ഡെസ്ക് രൂപീകരിച്ചത് സത്യത്തിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിന്നാണ്. ക്വാറന്റൈൻ ചെയ്യപ്പെട്ട മനുഷ്യരോട് അവർക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ, അവർക്ക് റിലാക്സേഷൻ കൊടുക്കാൻ, റിലീഫ് കൊടുക്കാൻ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പടച്ചോൻ നമ്മളെ സഹായിക്കും. പക്ഷെ അതിന് കുറച്ച് കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ഇന്ന് ഖുതുബയിൽ ഏറ്റവും ചുരുക്കി അതാണ് പറയാൻ വിചാരിക്കുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളിങ്ങനെ ഒരു പ്രോസസ്സിലൂടെ, ഒരു നടപടിക്രമങ്ങളിലൂടെ കടന്നു പോണ ആളാണെങ്കിൽ നമ്മളെ പടച്ചോനെ സഹായിക്കും. എന്താ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുക? ഒരു പാടത്ത് കൊയ്തെടുക്കണ നെല്ല് നമുക്ക് കഴിക്കാവുന്ന ചോറാകണമെങ്കിൽ കുറച്ച് നടപടി ഉണ്ട് അല്ലേ? അത് കൊയ്തെടുക്കണം, അത് ചാക്കിലാക്കണം, അത് മില്ലിൽ വരണം, അത് അരിയാക്കണം, അത് അടുപ്പത്ത് തീമടണം, അത് ഊറ്റിയെടുക്കണം, പാത്രത്തിൽ വെച്ചിടണം. അതൊരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞ പോലെ റബ്ബിന്റെ സഹായം എന്നുള്ളത് കിട്ടാൻ ഒരു പ്രോസസ് ഉണ്ട്, ഒരു നടപടിക്രമം ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താ അറിയോ? അതിലൊന്നാമത്തെ കാര്യം കലർപ്പില്ലാത്ത വിശ്വാസം റബ്ബിൽ ഉണ്ടാകുക. പടച്ചോനെ പറ്റിയുള്ള വിശ്വാസം ക്ലിയർ ആകുക. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കേട്ടിട്ടില്ലേ? അസ്മാഉൽ ഹുസ്ന പലപ്പോഴും ആളുകൾക്ക് എന്തിനുള്ളതാണ്? ഒന്നിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഊതിയിട്ട് അതിങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവനാൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ചില ജാറത്തുകളൊക്കെ ചെല്ലുമ്പോൾ കാണാം യാസീൻ ഉണ്ടാവും, ഒരു ഉസ്താദ് ഇരുന്ന് ഓതിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു 5,000 റുപ്യ എടുത്താൽ അങ്ങോട്ട് കട്ടാക്കി മാറ്റും. പ്രഹസനമാണ് സഹോദരന്മാരെ. ഇത് ഉണ്ടായിരിക്കണോ തന്നെ? ഇത് ഈ സമുദായത്തിന് കിട്ടേണ്ട തണലും കുളിരുമുണ്ട്. യഥാർത്ഥ ഇസ്ലാമും വിശ്വാസം ഉള്ളിലെത്തുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന കരുത്തുണ്ട്. എന്തെല്ലാം ദുരന്തമുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അയാൾക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട്. കാണില്ലേ നമ്മള്? ഒരു നാട് മുഴുവൻ ഇടിച്ച് നിരത്തി തകർന്ന് തരിപ്പണമായിട്ടും 2-3 ആംഗിളാണ് കണ്ടത്. എന്താ 2-3 ആംഗിളാണ്. ഒന്നിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ഒരു വലിയ ദൗത്യം അവിടെ നിർവഹിച്ചു എന്നുള്ള ആൾക്കുള്ള ഒരു സാധനം ഇങ്ങനെ പറയൊരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് അത് മൊത്തം തകർന്നു, ഇനി ഒന്നും തിരിച്ചു വരൂല എന്നറിയും. ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ലേ കാര്യം കിടക്കണേ? അവിടെ തവക്കൽ അല്ലാഹ് എന്ന് പറയണേ ഫലസ്തീനിലെ മനുഷ്യർ. നമ്മുടെ മുമ്പിൽ പലപ്പോഴും വിസിബിൾ ആകുന്നത് അത് മാത്രമേ ഉള്ളൂ. ലോകത്ത് എന്താ പറയുക, ഓരോ കോർണറിലും ഇങ്ങനത്തെ ആൾക്കാരില്ലേ, പ്രതിസന്ധി അനുഭവിക്കുന്നവരില്ലേ? അവർക്ക് എങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റണേ? ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത, ഞാനുമായിട്ട് വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവുണ്ട്. അദ്ദേഹം റേഡിയോന്റെ കോഴ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹം എനിക്ക് അയച്ച ഒരു ടെക്സ്റ്റും വോയിസും ഒക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഒരു നല്ല പോസ്റ്റിൽ ജോലി ചെയ്ത ആളാ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു അറിയോ? ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ മെയിലിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ. നിങ്ങളും ചിന്തിച്ചു നോക്കണം, ഇപ്പൊ ഇവിടെ ജോലി ഇരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, നാളെ രാവിലെ മെയിലിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുക? അപ്പൊ മൂപ്പര് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ബാഗൊക്കെ അവിടെ ഇട്ട് സോഫയിൽ ഇങ്ങനെ കിടക്കാണ്. വൈഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയണത്. അപ്പൊ മൂപ്പര് മോള് 6ാം ക്ലാസ് പഠിക്കണ മോള് അവളെ നോട്ട്ബുക്ക് കൊടുത്തിട്ട് വന്ന്
അപ്പൊ നമ്മൾ ആ സീസണിൽ പീസ് റേഡിയോയിൽ ഈ മദ്രസ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു ക്ലാസ് ആയിരുന്നു ദുരന്തം നേരിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 12 നേട്ടങ്ങൾ. ഒരു ദുരന്തം അനുഭവിക്കുന്ന ആള് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്താൽ കിട്ടുന്ന 12 നേട്ടങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ മോള് കണ്ടിട്ട് ഇപ്പാക്ക് കാണിച്ചെടുത്തു. പിച്ചെന്തിനാ വിഷമിക്കണേ, ഒരു ദുരന്താണിത്, ഇത് നേരിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവെ എനിക്ക് നേരിട്ട ദുരന്തത്തിൽ എനിക്ക് നീ കൂലി തരണം, ഇതിനേക്കാളും നല്ലത് തരണം, ഇതിന് പകരം തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി, പഠിച്ചോൻ തരും. പിച്ച പഠിച്ചിട്ടില്ല. അയാളുടെ വോയിസ് കേൾക്കണം നിങ്ങൾ. എന്താ അറിയോ, എനിക്കെന്തിനാ ജോലി മൊലവി, 6ാം ക്ലാസ് പഠിക്കണ എൻ്റെ മോള് എന്നെ കറക്റ്റ് ചെയ്തത് പോരെ, അത് പോരെ, ബാക്കി എന്തിനാ? അപ്പൊ അതാണ് ആ ഒറ്റ വാചകം കേട്ടപ്പോ അയാളുണ്ട് റിക്കവറായി. എന്താ കാരണം? അയാൾക്ക് അള്ളാഹുലുള്ള വിശ്വാസം അത്ര പക്കെ. റാസിഖ് റബ്ബാണ്, അവൻ ഹാക്കിമാണ്, അവൻ ഹക്കീമാണ്, അവന് പല ഹിക്മത്തും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്ക്, ഫിറൗനിന്റെ ഉത്തരവ് വന്നു ഓരോ ഗർഭിണിയുടെയും ലിസ്റ്റ് എടുക്കാൻ, അവര് പ്രസവിക്കുന്ന ഡേറ്റ് നോക്കാൻ. ആ വീടിന്റെ അടുത്ത് ഏകദേശം പ്രസവത്തിന്റെ ആഴ്ചകൾക്ക് മുമ്പേ പട്ടാളക്കാരെങ്ങനെ ഇങ്ങനെ നിൽക്കും. കുട്ടിയുടെ കരച്ചിൽ കേട്ടാ നേരെ ചൊല്ലും. ആൺകുട്ടിയാണെങ്കിൽ കോഴിനറുക്കണ ലാഘവത്തോടെ എങ്ങനെ അറുത്തിട്ടിട്ട് പോരും. അതാ നടന്നത്. അതിന്റെ ഇടയിലേക്കാണ് മൂസ എന്ന് പറയുന്ന കുഞ്ഞ് ജനിക്കണത്. അപ്പോഴാണ് എന്താ ഇത്, ഔഹൈന ഇല ഉമ്മിക മാ യൂഹ, നിന്റെ റബ്ബ് നിന്റെ ഉമ്മാക്ക് ചില ശക്തമായ ബോധ്യങ്ങൾ കൊടുത്തു. അവിടെ വഹീന്റെ അർത്ഥം അള്ളാഹുവിങ്കിൽ എന്നുള്ള ചില ബോധ്യങ്ങളും തിരിച്ചറിവുകളും കൊടുത്തു. അപ്പോഴോ കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് നിശബ്ദമായ രാവിൽ അങ്ങകലെ നൈലിന്റെ ഒഴുക്ക്, അതിശക്തമായ അത്യുഗ്രമായ ഒഴുക്കിങ്ങനെ കേൾക്കുന്നുണ്ട്. പന്തം കത്തിച്ച് തന്റെ പെൺമകളെയും കൊണ്ട് പോവാണ്. ഉള്ളിൽ കരയുന്നൊരു കുഞ്ഞുണ്ട് ഈ പെട്ടിയിൽ. ഒഴുകുന്ന നൈലിന്റെ ഓളങ്ങളിലേക്ക് ഒരു ഉമ്മ പ്രസവത്തിന്റെ നീറ്റൽ മാറാത്ത ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു വെക്കുന്നു. കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ആ കുഞ്ഞിങ്ങനെ ഒഴുക്കിൽപ്പെട്ടിങ്ങനെ ഓളങ്ങളിൽ ഇങ്ങനെ ഒഴുകി മുകളിൽ എരിഞ്ഞു കത്തുന്ന പന്തത്തിന്റെ കൂടെ ദ്രുതഗതിയിൽ അതിങ്ങനെ കണ്ണിൽ നിന്ന് മറയുന്ന ദൂരമത്രയും ഇങ്ങനെ നിന്നിട്ട് ഉമ്മ പറയുന്നുണ്ട് മോളോട്, ഉമ്മന്റെ കുട്ടി പിന്നാലെ ഓടിച്ചെല്ല്, അതെവിടെ എത്തണമെന്ന് നോക്ക്. തവക്കുലാക്കണിന്റെ കൂടെ അവര് ചെയ്യേണ്ട ഒരു കാര്യം അവർക്കത് തോന്നിപ്പിച്ച് പോവുകയാണ്. അതങ്ങനെ ഒഴുകിയിട്ട് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പട്ടാളക്കാരതെടുത്തു. രാജാവിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. രാജാവ് കൊല്ലാൻ തീരുമാനിച്ച രാജാവിന്റെ സംഹാരകൻ രാജാവിന്റെ കൊട്ടാരത്തിൽ, രാജാവിന്റെ ചെലവിൽ, രാജാവിന്റെ വിരിയിൽ, രാജാവിന്റെ ആർഭാടങ്ങളിൽ ജീവിക്കാണ്. അതാണ് പടച്ചോൻ മക്കറുള്ളവനാണ്, തന്ത്രമുള്ളവനാണ്, ഹക്കീമാണെന്ന് പറയുന്നത്. നമ്മളെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേന് അതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കും, നേരെ ഒരു കയറെടുക്കും, അല്ലേ? എന്നാലോ പടച്ച റബ്ബ് ഈ പ്രക്രിയയിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെല്ലിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, ഈ പ്രക്രിയയിലൂടെ നമ്മളെ എത്തിക്കാൻ വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അത് പലപ്പോഴും നമ്മൾ ഓർക്കൂല, അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല. അപ്പൊ ആദ്യം വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആലയിലുള്ള ഏറ്റവും ശരിയായ ശക്തമായ ഒരു നിലപാടും വിശ്വാസവും നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതെങ്ങനെ? റസൂൽ പഠിപ്പിക്കുകയാണ്, യാ ഗുലാം ഇനി ഉഅല്ലിമുക കലിമാത്ത്. ഇബ്നു അബ്ബാസിനെ വിളിച്ച് പറയാണ്, ഇബ്നു അബ്ബാസ് മോനെ, നിന്നെ ഞാൻ ചില വാക്കുകൾ പഠിപ്പിക്കാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജ്ദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാം. അഥവാ അള്ളാഹ് പ്രത്യക്ഷപ്പെടുന്നല്ലേ അതിന്റെ അർത്ഥം. നീ ഇങ്ങനെ രക്ഷപ്പെട്ട് ഓരോന്നിലും കയറി ഇങ്ങനെ പോണത് നിനക്ക് കാണാൻ പറ്റും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിച്ചാൽ നീ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടിയാൽ നീ അള്ളാഹുവിനോട് സഹായം തേടണം. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ, ലോകം മുഴുവൻ ഒരു കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒത്തുകൂടിയാലും ലൻ യൻഫഉക, അവർ നിന്നെ സഹായിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അള്ളാഹ് നിനക്ക് നിശ്ചയിച്ച ഒരു സംഗതി കൊണ്ടല്ലാതെ ഒരിക്കലും നിനക്ക് അള്ളാഹ് നിശ്ചയിച്ചത് കിട്ടും. ലോകം മുഴുവൻ ഉണ്ടായിട്ടും കാര്യമില്ല. മൈക്കൽ ജാക്സനെ കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ ഇവിടെ വായിച്ചു നോക്കുന്നില്ല. അയാൾ 150 കൊല്ലം ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. അതിനു വേണ്ടി മാത്രം എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സിന് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തും അദ്ദേഹത്തിന്റെ യാത്രയിലും അനുബന്ധങ്ങളിൽ അദ്ദേഹം കൂട്ടിയിരുന്നു എന്നാണ്. വ്യത്യസ്തമായ ശാരീരിക ഉപദേശങ്ങൾ കൊടുക്കാൻ 15ലേറെ ലക്ഷങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് എന്ത് പറ്റി? അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് അയാൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി. എന്നിട്ട് എന്താ അവസാനം പറ്റിയ? ഒന്നും പറ്റിയിട്ടില്ല. പഠിച്ചോ നിശ്ചയിച്ച സമയത്തെപ്പോ മില്ലി സെക്കൻഡ് എത്തിയപ്പോ അയാൾ ക്ലോസ്, അല്ലേ? അയാൾ അവസാനിച്ചു. അത്രേ ഉള്ളൂ. ലോകം മുഴുവൻ നിനക്ക് വേണ്ടി നന്മ ചെയ്യാൻ സംഘടിച്ചാലും പടച്ചോ നിശ്ചയിച്ച് നടക്കും. നിനക്ക് ദ്രോഹം ചെയ്യാൻ അവരൊത്തുകൂടിയാൽ നിന്നെ അവർ ഉപദ്രവിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് എഴുതി വെച്ച
അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല. റുഫിഅത്തുൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, പേനകളൊക്കെ മോനെ എന്നോ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഷി ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഉണങ്ങിയ മഷി, എഴുതി തീർന്ന പേന, അതിലൂടെ നടക്കുന്ന വിധികൾ, പ്രക്രിയകൾ, അതിനെ മുന്നിൽ വെച്ചിട്ടാണ് നീ ഇത് മുഴുവൻ ചെയ്യണത്. അപ്പൊ സഹോദരന്മാർ, അത്രേ ഉള്ളൂ. ഒരു ജിന്നുമ്മാന്റെ അടുത്ത് കൂടിയിട്ട് ഒന്നും സംഭവിക്കൂല. ഒരു സാധനം എവിടെ എഴുതി കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ചത് നടക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈ ബോധ്യമാണ് ആദ്യം വേണ്ടത് പടച്ചോന്റെ സഹായം കിട്ടാൻ. അവിടെ നിന്ന് കിട്ടോ അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ബസ് ഇങ്ങനെ കാത്തുക്കുമ്പോ ഈ ബസ് ഇങ്ങനെ വരുമ്പോ മറ്റേ ബസ് ഉണ്ടാകുമോ? അങ്ങനെ 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 ഒരു കയറലുണ്ട്. എന്നിട്ട് ആ ബോർഡ് വന്നിട്ട് ഒന്നുകൂടി ബാക്ക് നോക്കും, എന്നിട്ട് ആ സീറ്റിൽ നിന്നിട്ട് ഒന്നുകൂടി പിന്നിക്ക് നോക്കും. വണ്ടിൻ്റെ അടുത്ത് പൈസ കൊടുക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഉണ്ടല്ലോ, പേഴ്സിലോ ഇങ്ങനെ കൈയിട്ട് മുപ്പരൊന്നും ഇങ്ങനെ അങ്ങോട്ടാക്കും. അത് പറ്റൂല. ഉള്ളിന്റെ ഉള്ളിൽ പടച്ചോ മാത്രം, പടച്ചോന്റെ അപ്പുറത്താരും ഉണ്ടാകാൻ പറ്റൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അങ്ങ് ആളി കത്തുന്ന ഒരു വലിയ ഏരിയ മുഴുവൻ ഇങ്ങനെ തീ ആളി കത്തുകയാണ്. അതിലൊരു കുഞ്ഞ് ഇബ്രാഹിം, അങ്ങനെയാണല്ലോ തീ കുണ്ടാരം ഒരുക്കിയത്. അങ്ങനെ ആ തീ കുണ്ടാരത്തിൽ അദ്ദേഹം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ചെല്ലുണ്ട് അങ്ങോട്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോ അതിനദ്ദേഹം കൊടുക്കുന്ന ഉത്തരം എന്താ അറിയോ? നിങ്ങൾ തരണാണെങ്കിൽ ഒന്നും വേണ്ട, പടച്ചോന്റെ അടുത്ത് നിന്നുള്ളതാണ് വേണം. അപ്പൊ സഹോദരന്മാരെ, പരമാവധി പടപ്പുകൾ എടുത്തുനിന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഉണ്ടാണ്ട്. ഞാൻ പറയണത് ചോദിക്കാൻ പറ്റിയ കാര്യം തന്നെ. ചോദിക്കാൻ പറ്റാത്ത കാര്യം എന്താ? പടച്ചോൻ തരേണ്ടത് പടപ്പിനോട് ചോദിച്ചാൽ ഹലാസ്. അതിനാണ് ശിർക്കറിന്. അതിന്റെ താരീഫൊക്കെ തെരഞ്ഞ് ഭയങ്കര കഷ്ടപ്പെടുന്നു വേണ്ട. പടച്ച റബ്ബിന് മാത്രം ചെയ്തു തരാൻ പറ്റിയ കാര്യം, പടപ്പ് ഏത് പടപ്പിന്റെ അടുത്തേക്ക് പോയാലും അതിന്റെ പേരാണെന്ത്? ശിർക്ക്. എന്നാ പടപ്പുകൾ എടുത്ത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചില ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യങ്ങളും കാര്യങ്ങളും ആഗ്രഹിച്ച് അങ്ങനെ ജീവിക്കണ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അവരത് തന്നെങ്കിൽ ഇവരത് തന്നെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു വിടുക. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടത് ചെയ്തു തരും. ലോകപ്രസിദ്ധരായ 3 ആലിമീങ്ങൾ, മഹാരഥന്മാരായ 3 മുഹദ്ദിസുകൾ, അവർ ഇൽമു തേടിപ്പോയി. അപ്പോ ഒരു നാട്ടിലെത്തിയപ്പോ ഭക്ഷണമല്ല, വിശന്നു വലഞ്ഞു തളർന്നു, ആരോടെങ്കിലും ചോദിച്ചാലോ എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ച് നല്ലോണം പ്രാർത്ഥിക്കാം. അവർ 2 റക്അത്ത് നിസ്കരിച്ച് ചോദിക്കണതിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എങ്ങനെയാണ് ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചോദ്യം പോലും ഉലമാക്കൾ കാണുന്നതെന്ന് പറഞ്ഞുതരാൻ വേണ്ടി പറയണ ഞാൻ കേട്ടോ. അപ്പോ അവർ പ്രാർത്ഥിച്ചു. അപ്പൊ രാജാവിന് സ്വപ്നമുണ്ടായി എന്നാണ്. 3 മഹാപണ്ഡിതന്മാര് അവരിങ്ങനെ ഉണ്ട്, അവർക്ക് ഭക്ഷണം വേണമെന്ന് ഉണ്ടായി എന്നാണ്. സ്വഹീഹായ റിവായത്തിൽ വന്ന സാധനം ഞങ്ങളോട് പറയണേ. രാജാവ് നേരെ പട്ടാളക്കാരെ വിട്ടു. അപ്പൊ അവരോടുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു, വിഭവങ്ങൾ കൊടുത്തു, നീണ്ട കാലങ്ങൾ ജീവിക്കാനുള്ളത് കൊടുത്തു എന്നാണ്. അപ്പൊ റബ്ബിനോട് ചോദിച്ച് അവരിൽ നിന്ന് മാത്രം ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആന്റെ സൂറത്തു ഖാഫിന്റെ 16-ാമത്തെ വചനമുണ്ട്. എന്തൊരു രസാണ് ആയത്ത്. എന്താ? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നാമാണ് പടച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാൻ. ആധികാരികമായിട്ട് റബ്ബ് പറയാം, സ്ഥൂലമായ ഒരവസ്ഥയിൽ നിന്ന്, സൂക്ഷ്മമായ ഒരവസ്ഥയിൽ നിന്ന്, നിസ്സാരമായ ഒരു ഘട്ടത്തിൽ നിന്ന് അവനെ ഇന്ദ്രിയ ബിന്ദുവായിടത്ത് നിന്ന് അണ്ഡമായി, ഭ്രൂണമായി, സിക്താണ്ഡമാക്കി, അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവാക്കി, ഗർഭപാത്രത്തിലെ പ്രക്രിയകളെ നിശ്ചയിച്ച് മനുഷ്യന് വേണ്ടതെല്ലാം കൊടുത്തു. ആ കൊടുത്ത് നാമാണ് അവനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അവന്റെ ഉള്ളിലെ സംഘർഷങ്ങളെ, വിചാരങ്ങളെ, സന്തോഷങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ, ചോദ്യങ്ങളെ ഒക്കെ എനിക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ ഖണ്ഡനാടിയോളം അടുത്ത് ഞാനുണ്ട്. എന്താണ് അള്ളാഹ് കൂടെ ഉണ്ട് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹ് കൂടെ ഉണ്ട് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ കൂടെ അങ്ങനെ നടക്കുക എന്നല്ല, മഅയ്യത്ത് എന്നാണ് അതിനെ പറയാം. അഖീദയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റാ. ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ നിങ്ങൾ കണ്ടില്ലേ എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതൊക്കെ ബസീറാണ്. അപ്പൊ മഅക്കും എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് അള്ളാഹു അത് ഒക്കെ അറിയുമെന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ സിനിമ ഹാളിൽ പോയി അവിടെയും പഠിച്ചോണ്ടോ, ഒരാൾ കക്കൂസ് പോയി എവിടെയും പഠിച്ചോണ്ടോ, പഠിച്ചോ അങ്ങനെ പിന്നാലെ എടുക്കാന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ അള്ളാഹുവിന്റെ അറിവും കഴിവും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയെന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. അള്ളാഹു പ്രപഞ്ചാതീതനാണ്. പ്രപഞ്ചത്തിന്റെ അപ്പുറത്തിരുന്ന് അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലെ. ഇനി അത് മാത്രല്ല, മുആവിയത്ത് ബിൻ ഹക്കം അസ്-സുല്ലമി എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന്റെ അടിമനെ തല്ലി. നബി അറിഞ്ഞപ്പോ രോഷം കൊണ്ടു. അപ്പൊ അദ്ദേഹം അടിമനെ മോചിപ്പിക്കാണെന്ന് പറഞ്ഞു. ആ അടിമപ്പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ വിശ്വാസം, അവർ മുസ്ലിമത്താണോ എന്ന് പരിശോധിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചോദിക്കുന്നത് നിസ്കരിക്കലുണ്ടോന്നല്ല,
ഐനല്ലാഹ്, അള്ളാഹ് എവിടെയാണ്? അപ്പൊ അത് സാധാരണക്കാരൻ അറിയേണ്ടതല്ലേ? സാധാരണക്കാരൻ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീയോട് അത് ചോദിച്ചത്. ഐനല്ലാഹ്, അല്ലാഹ് ഫിസ്സമ, മൻ അന, അങ്ങ് മുഹമ്മദ് റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞു. അപ്പോ മുസ്ലിമത്താണ് അവൾ മോചിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ പ്രപഞ്ചാതീതനാണ് റബ്ബ്, പ്രപഞ്ചത്തിനപ്പുറത്താണ് അവൻ, സിംഹാസരൂഢനാണവൻ. ആ റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും പടച്ചോൻ അറിയും. നിങ്ങൾ അവനോട് ചോദിച്ചോ, അല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്തൊക്കെ വിഷമം നമുക്കുണ്ടെങ്കിൽ ആദ്യം അറിയണത് ആരാ? പടച്ചോനാണ് അറിയണത്, പടച്ച റബ്ബാണ് അറിയണത് കേട്ടോ. കുടുംബത്തിലെ കാരണവര് മൂപ്പർക്ക് 3-4 അനിയന്മാരുണ്ട്, 2-3 പെങ്ങന്മാരുണ്ട്. ഇവരുടെ ഒക്കെ പെൺകുട്ടികളെ കല്യാണത്തിന്റെ ആലോചന, അതിന്റെ നിശ്ചയം, അതിന്റെ നിക്കാഹ്, അതിന്റെ നടത്തിപ്പൊക്കെ മൂപ്പരാ. പക്ഷെ 10, 39, 40 വയസ്സായ മോളുണ്ട്. ഇവള് നന്നായിട്ട് മൈലാഞ്ചി വരക്കും. അപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ കല്യാണത്തിനും മൈലാഞ്ചി വരച്ചെടുക്കാരാ? ഈ മോളാ. അവളെ ഒരാൾ പോലും ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കളർ കുറച്ച് കുറവാണ്, നീളം കുറച്ച് കുറവാണ്. അപ്പോ ഈ ആയത്ത് എനിക്ക് ഓതുമ്പോ മൂപ്പരെ ഓർമ്മ വരും. മൗലവി, ഈ ആയത്ത് ഭയങ്കര ഒരു സുഖാണ്, ഭയങ്കര സുഖ. ബോൾഡായിട്ടൊക്കെ നമ്മളിങ്ങനെ നിന്ന് ഒറ്റക്കാവുമ്പോ നമുക്ക് കരച്ചിൽ വരും. അപ്പോ ഒരു സുഖ. വലഖദ് ഖലഖനൽ ഇൻസാൻ, നമ്മളാണ് മനുഷ്യനെ പഠിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനസ്സിന്റെ ഉള്ളിലെ എല്ലാ സംഘർഷവും വേദനയും ദുഃഖമൊക്കെ അറിയണ ഒരു റബ്ബുണ്ട്, അവൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അത് ഓതുമ്പോ ഒരു സുഖാണെന്നാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ സുഖമുള്ള ആയത്ത് ഖുർആനിലുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് പടച്ചോന്റെ സഹായം എന്തിലും കിട്ടും. പക്ഷെ അതിനാദ്യം വേണ്ട യോഗ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല 100% അവനിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്താൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വേണ്ട മറ്റൊരു കാര്യം തവക്കുലാണ്. നീട്ടി പറയണില്ല, തവക്കുലാണ്. യഥാർത്ഥ തവക്കുൽ എന്ത് വന്നാലും ഒക്കെ ഇനി അള്ളാഹുവിലേക്കൊന്ന് ചിന്തിക്കലാണ്. മറ്റൊന്ന് തഖ്വയോടെ ജീവിക്കലാണ്. എല്ലാ പോയിന്റിലും റബ്ബിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇന്നല്ലാഹ അല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുന്നവർക്കും തഖ്വയുള്ളവർക്കും ഒപ്പമാണ് റബ്ബ് ഉണ്ടാവുക എന്ന് ഖുർആന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്ന ആളുകൾക്ക് കൂട്ടായിട്ട് അള്ളാഹ് ഉണ്ടാകും. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അതിന്റെ തെളിവാണ്. അയ്യൂബ് നബിയുടെ ചരിത്രം അതിന്റെ തെളിവാണ്. അമ്മ യുജീബുൽ മുദ്തറ, പ്രതിസന്ധി അനുഭവിക്കുന്നവന് സഹായമായി അള്ളാഹു അല്ലാതെ ആരാണുള്ളതെന്നുള്ള ചോദ്യം അതിന് ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ കുറേ ദിക്റുകളുണ്ട്. അങ്ങ് അത്തരം ദിക്റുകൾ ചൊല്ലുന്ന വ്യക്തികൾക്ക് സുരക്ഷിതത്വമുണ്ട്. ഉദാഹരണം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലുന്ന ആൾക്ക് അയാൾ 3 വട്ടം അത് ചൊല്ലിയാൽ ലം തുസ്ബിഹു ഫജ്അത്ത് ബലാഇൻ, പൊടുന്നനുണ്ടാകുന്ന അപകടങ്ങൾ അവനുണ്ടാവുകയില്ല. തൈസ്ബിഹ, രാത്രി ചൊല്ലിയ രാവിലെ വരെ ഉണ്ടാവില്ല, രാവിലെ ചൊല്ലിയ രാത്രി വരെ ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ തന്നെ മറ്റു ചില ദിക്റുകളുണ്ട്. നമ്മൾ നേരത്തെയും പഠിച്ച കുറെ അദ്കാറുകളാണ്. രാത്രി ഒരു വ്യക്തി ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിങ്കൽ എന്നുള്ള ഒരു സംരക്ഷകനെ, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളൂൻ, ഒരു സംരക്ഷകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ സംരക്ഷകനോട് ചോദിക്കണം എന്നാണോ? അപ്പൊ ഇസ്ലാം എന്ന് ഷിർക്കിലേക്ക് പോയി, അത് കുഫറിലേക്ക് എത്തി, അല്ലെ? നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണത്തിന് ഒരു സംവിധാനം അവിടെ ഉണ്ടാകും, പ്രഭാതം വരെ ഒരു സംരക്ഷണം ഉണ്ടാക്കും എന്നാണ്. മാത്രമല്ല, ഒരു പ്രദേശത്ത് ഇറങ്ങുമ്പോൾ മന്നസല മൻസിലൻ, ഒരു പ്രദേശത്ത് ഇറങ്ങുമ്പോൾ അഊദു ബി കലിമാത്തില്ലാഹി തമ മിൻ ശർരി മാ ഖലഖ് എന്നൊരു വ്യക്തി ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ല യദുറുഹു ശൈഉൻ ഹത്താ യർതഹല മിൻ മൻസിലിഹി ദാലിക്, അവിടുന്ന് പോകുന്നത് വരെ അവന് പിന്നീട് ഒന്നും ബാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം കൊടുക്കുക. അങ്ങനെ സംരക്ഷണത്തിന്റെ അദ്കാറുകളൊക്കെ ചൊല്ലി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മഹാസുരക്ഷിതത്വത്തിന്റെ സൗന്ദര്യത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ ഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.